പരപ്പനങ്ങാടി പഞ്ചായത്തിലെ ചാപ്പപ്പടിയിൽ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കം മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുവാൻ ഒരുങ്ങുന്നു. ചാപ്പപ്പടി ബീച്ചിനും ആലുങ്ങൽ ബീച്ചിനും തുല്യ പ്രാധാന്യം നൽകി ഹാർബർ നിർമ്മിക്കുവാനായിരുന്നു LDF ഭരണകാലത്തെ തീരുമാനം. ചാപ്പപ്പടിയിൽ ഹാർബറിന് അനുയോജ്യമായ സ്ഥലം നിലനിൽക്കെ ചില സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലിന് വഴങ്ങി ഹാർബർ ആലുങ്ങൽ ബീച്ചിലേക്ക് മാറ്റുവാനുള്ള ശ്രമമാണ് ഇവിടെ വിവാദത്തിന് കാരണമായത്. ബേപ്പൂർ പൊന്നാനി തീരദേശ പാതയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ പരപ്പനങ്ങാടിയിൽ ഒരു മത്സ്യബന്ധന ഹാർബർ എന്ന സ്വപ്നത്തിന് 2002-ലാണ് ചിറകു മുളച്ചത്. അന്നത്തെ LDF സർക്കാരിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന S. ശർമ്മയാണ് പരപ്പനങ്ങാടിക്കടുത്ത ചാപ്പപ്പടി ആലുങ്ങൽ കടലോരങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകി ഹാർബർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 800 മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഹാർബറിൽ പകുതി ഭാഗം ആലുങ്ങലും മറുപകുതി ചാപ്പപ്പടിയിലുമായാണ് പദ്ധതിക്ക് സ്ഥലമെടുത്ത് കുറ്റിനാട്ടലും അക്വയറും നടത്തിയത്. എന്നാൽ ഹാർബറിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയും അടിസ്ഥാന സൗകര്യവും നിലവിലുള്ള ചാപ്പപ്പടി ബീച്ചിനെ തഴഞ്ഞുകൊണ്ട് ആലുങ്ങലിൽ മാത്രമായി ഹാർബർ സ്ഥാപിക്കുവാനുള്ള ശ്രമമാണ് തർക്കത്തിനും വിവാദത്തിനും കാരണമായത്. മത്സ്യബന്ധന സാധ്യതയും അടിസ്ഥാന സൗകര്യവുമടക്കം നിലനിൽക്കുന്ന ചാപ്പപ്പടിയെ ഒഴിവാക്കി ആലുങ്ങലിൽ മാത്രമായി ഹാർബർ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതിനു പിന്നിൽ തൽപര കക്ഷികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് നാട്ടുകാരും മത്സ്യബന്ധന തൊഴിലാളികളും പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നതാണ്. അതായത് 200 മീറ്റർ ഇങ്ങോട്ടും 400 മീറ്ററും അങ്ങോട്ടുമായിട്ട് മുമ്പ് ഇത് ഒരു മധ്യസ്ഥ നിലക്ക് വന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇത് അങ്ങോട്ട് അട്ടിമറിക്കപ്പെട്ടതാണ്. അത് അട്ടിമറിക്കപ്പെട്ടത് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് ഉപയോഗിച്ച് അവിടുത്തെ കുറച്ച് വ്യക്തികൾ, മൊത്തത്തിലല്ല കുറച്ച് വ്യക്തികൾ ഇത് അട്ടിമറിക്കപ്പെട്ടു. കടലുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞങ്ങൾക്ക് അത് നമ്മളെ തെളിയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ മുമ്പുണ്ടായ ആ തീരുമാനത്തിൽ 2 കൂട്ടർക്കും അനുകൂലമായിട്ടുള്ള നിലയിൽ ഇത് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ വരണം. അങ്ങനെ ഒരു കണ്ടീഷനിലല്ലാതെ ഇതിൽ നിന്ന് നാട്ടുകാരും വെള്ള കമ്മിറ്റിയും എല്ലാവരും കൂടിയും ഇതിൽ നിന്ന് പിന്നോട്ടില്ലാന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല പ്രതിഷേധങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത്. പരപ്പനങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന ചാപ്പപ്പടി ബീച്ചിന് ഗതാഗത സൗകര്യവും താരതമ്യേന വീതി കൂടിയ റോഡുകളും ആശുപത്രി ജലവിതരണ സംവിധാനങ്ങളും ഉണ്ടെന്നിരിക്കെ ഈ സൗകര്യത്തിന്റെ പകുതി പോലുമില്ലാത്ത മറ്റൊരിടത്തിന് പ്രാധാന്യം നൽകി ഹാർബർ പറിച്ചു നടുവാനുള്ള നീക്കം ന്യായീകരിക്കാനാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നമ്മുടെ നാട്ടുകാർ കംപ്ലീറ്റ് എല്ലാ നിലക്കും ഇത് ഇവിടെ വരണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മളുണ്ടായത്. കാരണം ഇത് മൊത്തത്തിൽ ചാപ്പപ്പടി മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് വന്നത്. അപ്പം മുൻപത്തെ MLA കുട്ടിയമ്മൂട്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 2 നാട്ടിനും യോജിപ്പിച്ചിട്ട് 2 കൂട്ടർക്കും ഒരു സ്വീകാര്യമായ രൂപത്തിൽ അവർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടുകാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പരിഗണിച്ചിട്ടാണ് നമ്മുടെ നാട്ടുകാർ എല്ലാ നിലക്കും വിട്ടുവീഴ്ച കൊണ്ട്. കാരണം ഈ ചാപ്പപ്പടി ഭാഗമായിരുന്നു എല്ലാം കൊണ്ടും ഏറ്റവും നല്ല ബെറ്ററായിട്ട് കണ്ടെത്തിയത്. ഈ സർവ്വ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭാഗം ചാപ്പപ്പടി മാത്രം. ആ ഭാഗത്തേക്ക് ഒട്ടും തന്നെ ഇല്ലാതെ അപ്പം അവിടുന്ന് കുറച്ച് ആൾക്കാരെ നമ്മളെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് നമ്മളെ നാട്ടുകാർ വളരെയധികം ഇതായിക്കൊണ്ട് അവർക്കും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 400 മീറ്റർ ഈ മുറിത്തോട് എന്ന് പറയുന്ന ആ ഭാഗം തൊട്ട് 400 മീറ്റർ അപ്പുറത്തേക്ക് ഇതാക്കിയിട്ടു 200 മീറ്റർ മാത്രം ഇങ്ങോട്ടേക്ക് 250 പറഞ്ഞായി. ഇപ്പോൾ 200 മീറ്റർ ആക്കിയിട്ടു ആണ് നമ്മുടെ നാട്ടുകാർ അവരുടെ കഴിയുന്ന അത്ര സാഹചര്യം. പക്ഷെ നാട്ടുകാരറിയാതെ ഒരു വിഭാഗം ഇതിലെ തൽപര കക്ഷികളുടെ ഒരു വിഭാഗം തന്നെ ഇതിൽ പ്രവർത്തിക്കുകയും അതുമൂലം നമുക്ക് ഈ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ഈ നാട്ടുകാരെ അറിയാതെ ആരും തന്നെ അറിയാതെ ഒരു ഭാഗത്തേക്ക് ഒരു മൂലയിലോട്ട് മാറ്റി ഈ സ്ഥാപിക്കാൻ വന്നു. അതിന് ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി P.K. അബ്ദുറബ്ബിന്റെ നിയോജക മണ്ഡലമായ ഇവിടെ വിഷയം മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്തു. ഹാർബർ നിഷേധത്തിനെതിരെ വിശദീകരണ യോഗവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തൽപര കക്ഷികൾ നടത്തിയ ചരടുവലി 2 പ്രദേശങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതിനെ തുടർന്നാണ് ലീഗ് നേതൃത്വം പ്രശ്നപരിഹാരത്തിന് ഒരുങ്ങുന്നത്. P.K. കുഞ്ഞാലിക്കുട്ടി, അബ്ദുറബ്ബ് എന്നിവരുടെ ശ്രദ്ധയിൽ വിഷയം എത്തിച്ചുവെന്നും 2 പ്രദേശത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് വിഭാവനം ചെയ്ത അതേ രീതിയിൽ തന്നെ ഹാർബർ നിർമ്മാണം നടത്തണമെന്നുമാണ് ചാപ്പപ്പടി പ്രദേശത്തു നിന്നും ആവശ്യമുയരുന്നത്. രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ.